seen several properties of polar form of complex number, and how can we use polar form to find the product and division of two complex numbers. And this session we will discuss in detail the exponential form. So first, this is an important formula here. E power I theta is equal to cos theta plus I sin theta. നമുക്ക് എങ്ങനെയാണ് ഈ ഫോർമുല വന്നത് എന്നുള്ളതിൻ്റെ ഒരു ഔട്ട്ലൈൻ കാണാം ഇവിടെ. ഇ പവർ ഐ എക്സ്, നമുക്ക് ഇ പവർ എക്സിൻ്റെ പവർ സീരീസ് എക്സ്പാൻഷൻ അറിയാം. അതിൽ എക്സിന് പകരം ഈ ഐ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മളതിൻ്റെ എക്സ്പാൻഷൻ എഴുതുകയാണ് ഇവിടെ. ഓക്കെ, ഇനി ഇതിൽ I power 0 is 1, I power 1 is I square is minus 1, I cube is minus 1 into I, which is minus I raised to 4 is 1, and so on. ഇപ്പോൾ ഇതിൽ നമ്മൾ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. ഈ ആദ്യം വരുന്ന ടേംസിലൊന്നും നമുക്ക് ഐ ഇല്ല. ആൻഡ് ദാറ്റ് ഇസ് എ പവർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് cos x, and the imaginary part is power series expansion for sin x. Okay, so let's see it once more. We have used power series expansion for e power x. Substitute value of I power n in every term, then separate real part and imaginary part then. So these are all the real parts. This is power series expansion for cos x, and take I outside. This is power series expansion for sin x. So e power ix is equal to cos x plus I sin x. Now the exponential form is, suppose z is equal to x plus iy is a complex number. അതിൻ്റെ പോളാർ ഫോം നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. r cos theta plus I sin theta, where r is equal to absolute value of z, and theta satisfies the formula tan theta is equal to y by x, or അത് തീറ്റ എന്ന് പറയുന്നത് സെഡിൻ്റെ പൊസിഷൻ വെക്ടറും പോസിറ്റീവ് റിയൽ ആക്സിസും കൂടി ഉണ്ടാക്കുന്ന ആംഗിളാണ്. പോസിറ്റീവ് റിയൽ ആക്സിസിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്യുന്ന സെഡിൻ്റെ പൊസിഷൻ വെക്ടറും പോസിറ്റീവ് റിയൽ ആക്സിസും കൂടി ഉണ്ടാക്കുന്ന ആംഗിളാണ് ഇവിടെ തീറ്റ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്നുള്ളത് ഓയിലേഴ്സ് ഫോർമുല പ്രകാരം ഇ പവർ ഐ തീറ്റയാണ്. സോ വി ക്യാൻ എക്സ്പ്രസ് സെഡ് ആസ് ആർ ഇ പവർ ഐ തീറ്റ. ഇതിനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പറിൻ്റെ എക്സ്പോണൻഷ്യൽ ഫോം എന്ന് പറയുന്നത്. ഇവിടുത്തെ ആർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് സെഡ് ആൻഡ് തീറ്റ ഈസ് ആർഗ്യുമെൻ്റ് ഓഫ് സെഡ്. നൗ multiplication and division using exponential form. z1 equal to r1 e power i theta 1 എന്നും z2 equal to r2 e power i theta 2 എന്നും നമ്മൾ അസ്യൂം ചെയ്യണു. then z1 z2 is r1 r2 e power i theta 1 into e power i theta 2, which is same as e power i times theta 1 plus theta 2. Similarly, z1 by z2 can be written as r1 by r2 e power I theta 1 minus theta 2. സോ ഇവിടെ നമുക്ക് കഴിഞ്ഞ പോളാർ ഫോമിൽ നമ്മൾ കണ്ട രണ്ട് കാര്യങ്ങൾ, അതായത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് z1 z2 ഇസ് ഈക്വൽ ടു r1 r2 എന്ന് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും, വിച്ച് ഇസ് സെയിം ആസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് z1 ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് z2. സിമിലർലി ആർഗ്യുമെൻ്റ് ഓഫ് z1 z2, from here argument of z1 z2 is theta 1 plus theta 2, which is same as argument of z1 plus argument of z2. Similarly, z1 divided by z2 in the കേസിലും നമ്മൾ കണ്ടിരുന്നു absolute value of z1 by z2 is absolute value of z1 by absolute value of z2, and argument of z1 minus z2 is argument of z1 minus argument of z2. അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇവിടെ വെരിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് എക്സ്പൊണൻഷ്യൽ ഫോം ഉപയോഗിക്കുമ്പോൾ.
ഈ ഡിവിഷൻ എടുക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടത് z2 നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ. നെക്സ്റ്റ്, പവേഴ്സ് യൂസിങ് എക്സ്പൊണൻഷ്യൽ ഫോം. സപ്പോസ് z ഈക്വൽ ടു r e പവർ i തീറ്റ എന്നുള്ളതാണ് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ എക്സ്പൊണൻഷ്യൽ ഫോം എങ്കിൽ z പവർ n ഇസ് r പവർ n e പവർ i n തീറ്റ where n is equal to 0, 1, 2, 3 etc. ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇനി z ഇൻവേഴ്സ് എന്താ നോക്കാം. z ഇൻവേഴ്സ് വിൽ ബി 1 by z which is 1 divided by 1 by r e power I theta which is same as 1 by r e power minus I theta. Now if I take the powers of z inverse, I will get z raised to minus n equal to 1 by r power n or r raised to minus n e power minus I n theta where n equal to 0, 1, 2, 3 etc. So ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും z power n is equal to r power n e power I n theta when n is equal to 0, plus or minus 1, plus or minus 2 etc. ഇനി നമുക്ക് എന്താണ് ഡി മൂവീസ് ഫോർമുല എന്ന് കാണാം. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ പവർ അല്ലെങ്കിൽ nth റൂട്ടൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ് ഡി മൂവീസ് ഫോർമുല എന്ന് പറയുന്നത്. സപ്പോസ് z is equal to r e പവർ i തീറ്റ, ദെൻ നമുക്കറിയാം z പവർ n എന്ന് പറയുന്നത് r പവർ n e പവർ i n തീറ്റയാണ്. വേർ n എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇൻറ്റിജർ ആണെങ്കിൽ, മീൻസ് 0, പ്ലസ് ഓർ മൈനസ് 1, പ്ലസ് ഓർ മൈനസ് 2 എക്സെട്ര. അങ്ങനെയാണെങ്കിൽ ഈ z പവർ n എന്നുള്ളതിനെ നമുക്ക് r e പവർ i തീറ്റ ഹോൾ പവർ n, e പവർ i തീറ്റ ഈസ് കോസ് തീറ്റ പ്ലസ് i സൈൻ തീറ്റ, സോ r ടൈംസ് കോസ് തീറ്റ പ്ലസ് i സൈൻ തീറ്റ ദ ഹോൾ പവർ n എന്നെഴുതാൻ പറ്റും. ഇനി ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ക്യാൻ ബി റിട്ടൺ ആസ് r പവർ n e പവർ i n തീറ്റ ഇസ് ഇ പവർ i n തീറ്റ എന്ന് പറയുമ്പോൾ തീറ്റയുടെ സ്ഥാനത്ത് നമുക്കിവിടെ ഉള്ളത് n തീറ്റയാണ്. സപ്പോസ് ദിസ് ഇസ് ആൽഫ, സോ വാട്ട് ഇസ് ഇ പവർ i ആൽഫ? ഇ പവർ i ആൽഫ വിൽ ബി കോസ് ആൽഫ പ്ലസ് i സൈൻ ആൽഫ. ആൽഫയുടെ സ്ഥാനത്ത് n തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോ ദാറ്റ് വി വിൽ ഗെറ്റ് കോസ് n തീറ്റ പ്ലസ് i സൈൻ n തീറ്റ. സോ ഇതിലിപ്പോൾ ഈ nth പവർ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ r പവർ n ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് i സൈൻ തീറ്റ ദ ഹോൾ പവർ n ഇസ് ഈക്വൽ ടു r പവർ n കോസ് n തീറ്റ plus I sin n theta. If we cancel r power n, we will get cos theta plus I sin theta the whole power n is equal to cos n theta plus I sin n theta for n equal to 0, plus or minus 1, plus or minus 2 etc. This is the famous D movies formula. ഇതിപ്പോൾ n എന്ന് പറയുന്നത് ഇൻറ്റിജേഴ്സ് ആകുമ്പോൾ മാത്രമല്ല, n ഏത് റാഷണൽ നമ്പർ ആണെങ്കിലും ഏത് റിയൽ നമ്പർ ആണെങ്കിലും നമുക്ക് ഈ പ്രോപ്പർട്ടി ശരി തന്നെയാണ്. നൗ നമുക്കൊരു പ്രോബ്ലം നോക്കാം. എത്രത്തോളം എഫക്റ്റീവാണ് ഈ പോളാർ ഫോം അഥവാ ഡി മൂവീസ് ഫോർമുല അല്ലെങ്കിൽ എക്സ്പൊണൻഷ്യൽ ഫോം എത്രത്തോളം എഫക്റ്റീവാണ് എന്നാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. വി ഹാവ് ടു ഫൈൻഡ് square root of 3 plus I the whole power 7 in rectangular form. Rectangular form means in the form x plus iy. So we have to evaluate this. സാധാരണ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 3 പ്ലസ് ഐ ടൈംസ് സ്ക്വയർ റൂട്ട് ഓഫ് 3 പ്ലസ് ഐ ടൈംസ് സ്ക്വയർ റൂട്ട് ഓഫ് 3 പ്ലസ് ഐ വി ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് 7 ടൈംസ്. ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക്. So what we are going to do is we will convert this into polar form. So z is equal to x plus iy in terms ഇവിടെ നമുക്ക് റൂട്ട് 3 പ്ലസ് ഐ ആണ് ഞാൻ എക്സ് പ്ലസ് ഐ വൈ ആയിട്ട് എടുക്കുന്നത്. സോ എക്സ് is square root of 3 and y is 1. Then what about r? r is absolute value of z. So this is equal to square root of 3 square 3 plus 1 square 1. It is square root of 4 which is same as 2. Now cos theta is x by r. It is square root of 3 divided by 2, and sin theta is y by r, which is equal to 1 by 2.
So we have cos theta equal to square root of 3 by 2 and sin theta is equal to 1 by 2, which implies theta is nothing but pi by 6. We can take theta as pi by 6. So z is equal to r e power I theta. If I write z in exponential form, I will get r e power I theta, which is 2 e power I pi by 6. Z is 2 e power I pi by 6. Now square root of 3 plus I the whole power 7 is z power 7, because we have taken square root of 3 plus I as z, which is 2 power 7 e power I 7 pi by 6. Okay, this 7 pi by 6 can be written as 6 pi by 6 plus 1 pi by 6. Okay, so I can write e power I 7 pi by 6 as e power I 6 pi by 6, which is pi times e power I pi by 6. I have written it like this. So this is 2 power 7. What is e power I pi? E power I pi is cos pi plus I sin pi. Cos pi is minus 1 plus I 0, which is minus 1. So e power I pi is nothing but minus 1. So we have minus 2 power 7 e power I pi by 6. Okay, that is minus 2 power 7 e power I pi by 6 is cos pi by 6 plus I sin pi by 6, which is square root of 3 by 2, square root of 3 by 2 plus I times 1 by 2. It is written here. So you can cancel 1, 2. What remains is minus 2 power 6 times square root of 3 plus I, which is minus 64 times square root of 3 plus I. If we use the rectangular form to find square root of 3 plus I the whole power 7, we have to multiply it 7 times. But now we can find the 7th power easily. The next problem. Prove the following using the movies formula. നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് ഫോർമുലാസ് ആണ് ഞാൻ തരുന്നത്. cos 2 theta equal to cos square theta minus sin square theta and sin 2 theta is 2 sin theta cos theta. അപ്പോൾ ഇവിടെ ഞാൻ കണ്ടുപിടിക്കാൻ പോണത്, ഇവിടെ ഇനി എൻ്റെ കയ്യിലുള്ളത് cos 2 തീറ്റയും sin 2 തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ cos theta plus I sin theta whole square is equal to T movies formula pragaram cos theta plus I sin theta the whole power n is cos n theta plus I sin n theta. So instead of n we have 2 here. So cos 2 theta plus I sin 2 theta. So നമുക്കിവിടെ cos 2 theta ഉണ്ട്, sin 2 theta ഉണ്ട്. നമുക്കിനി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണെന്ന് നോക്കാം. cos theta plus I sin theta whole square means the product of these two. cos theta plus I sin theta times cos theta plus I sin theta. സാധാരണ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ്റെ റൂൾ പ്രകാരം നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് സെയിം ആസ് cos square theta x1 x2 minus y1 y2 is cos square theta minus sin square theta plus I times x1 y2 plus x2 y1 cos theta sin theta plus sin theta cos theta. So this is cos square theta minus sin square theta plus I times 2 sin theta cos theta. So cos theta plus I sin theta the whole square എന്നുള്ളതിൻ്റെ രണ്ട് എക്സ്പ്രഷൻസ് ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. ആദ്യത്തേത് നമുക്ക് ഡി മൂവീസ് ഫോർമുലയിൽ നിന്ന് കിട്ടുന്നത്, രണ്ടാമത്തേത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും LHS ഈക്വൽ ആയതുകൊണ്ട് RHSഉം ഈക്വൽ ആയിരിക്കണം. RHS ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സാണ്. സോ അവർ ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ real part should be equal, imaginary part should be equal. So equating real and imaginary parts of 1 and 2, we will get cos 2 theta equal to cos square theta minus sin square theta and sin 2 theta equal to 2 sin theta.